പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല, ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മൾ മഴയൊക്കെ പെയ്ത് നമ്മുടെ വീടിന് മുന്നിലേക്ക് മറ്റേ പ്ലാവിൻ്റെ കൊമ്പൊക്കെ തൂങ്ങി അതൊക്കെ വെട്ടി സെറ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇപ്പം വണ്ടി ഒന്ന് കേൾക്കാന്ന്. അപ്പോൾ അതെല്ലാം കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഒന്ന് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇവിടെ കൊമ്പ് കണ്ടില്ല, അതൊക്കെ ഞാൻ ഇപ്പോൾ വെട്ടിയാട്ടോ. ഇവിടെ ഇങ്ങനെ തൂങ്ങി നിന്നു ഈ മുന്നിലേക്ക് ഇവിടെ ഫുള്ള് വെഹിക്കലിനൊക്കെ സെറ്റ് ചെയ്ത് അവിടെയൊക്കെ വെട്ടി സെറ്റാക്കി. അപ്പോൾ നമ്മൾ വണ്ടി ഇത് അവിടേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടുന്ന് കേൾക്കണം, അതിനുള്ള പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ഇനി വണ്ടി കേൾക്കാൻ പോകാം കേട്ടോ. വണ്ടി ഡബിൾ സ്റ്റാൻഡുമ്പോൾ കയറ്റി വെച്ചിരിക്കണേ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കെഗ്ഗി സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് വണ്ടി രണ്ട് കെഗ് വേണ്ടിയതാ. നമ്മൾ കാർവാഷ് ഇത്രയൊക്കെ വെള്ളം വേണോ? ഇത്രയൊന്നും വേണ്ട, കുറച്ച് കുറക്കി. അപ്പോൾ നമ്മളെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ആ പൈപ്പ് ജപ്പാനുള്ളതിനെ കൊണ്ട് നല്ലോണം എത്ര വേണേൽ നമുക്ക് അൺലിമിറ്റഡ് വെള്ളം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു പൾസറാണ് കെഗ്ഗി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് പോരാം. എത്ര ഒന്നും വേണ്ട, ഒന്നങ്ങോട്ട് ഇടാം, ഒന്ന് പൊട്ടിച്ച് പാര, എത്ര വേണ്ട. ഓക്കെ, ഇതിലേക്ക് പൊട്ടിച്ച് വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള വീഡിയോ വെച്ചാൽ നമ്മൾ ഈ വണ്ടി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത്. എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ കാർ വാഷ് നമ്മളെ ഇതിലേക്ക് ഒഴിക്കുക, എന്ന് വെച്ചാൽ നമ്മളെ വെള്ളത്തിലേക്ക്. ഓക്കെ, വേഗം നോക്ക്. നമ്മളിതാ ജസ്റ്റ് അങ്ങനെ നെക്കി വെള്ളത്തിൽ ഒഴിക്കുക, കലക്കാൻ വേണ്ട, നല്ലോണം കലക്കുക, ഇളക്കി പതാ കൈമല ഇളക്കി സെറ്റാക്കുക. ഓക്കെ, ഫുള്ള് ഇളക്കി പതാക്കി എടുത്തിരിക്കുന്നു കേട്ടോ. അതിലൊക്കെ ഊറ്റി എടുത്തോ, ഫുള്ള് ആ ഊറ്റി സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക, ഈ വണ്ടിയൊക്കെ ഒന്നുകൂടി നനയ്ക്കുക. അപ്പോൾ പൈപ്പ് ഇതവിടെ ഉണ്ട്. ആ പൈപ്പ് ഒന്ന് ഓണാക്ക് അല്ലാ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാൻ അറിയാം, ഇതൊക്കെ ഒന്ന് നനച്ചിടാം, വണ്ടി ഫുള്ളായിട്ടൊന്ന് നനയ്ക്കുക. അപ്പോൾ അനിയൻ നനച്ചോട്ടെ. ഫുള്ള് ഓക്കെ, ഫുള്ള് വൃത്തിയാക്കി എടുക്കട്ടെ. നമുക്ക് സെറ്റാക്കി എടുക്കാം, പവറായി വെള്ളം വെച്ചിട്ട്. ഓക്കെ, സീറ്റിൻ്റെ കവർ പുതിയ വാങ്ങിയില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത് വേണ്ടിയതാ കെഗാൻ വേണ്ടിയിട്ട് ഒരു തുണിയാണ്. ഇത് ഇതിങ്ങനെ മുക്കണം, എന്നിട്ടാണ് കെഗൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മുൻഭാഗത്തെ നമ്മൾ ഉണ്ണിയാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ നമ്പർ പ്ലേറ്റ് ഒക്കെ സെറ്റാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, ഒന്ന് തേച്ച് വൃത്തി ചെയ്ത് സെറ്റാക്കും എന്തായാലും അല്ലേ. ഒക്കെ സെറ്റാക്കി പുള്ളി സെറ്റാക്കി എടുത്തോ. ഇനി പറ്റില്ല ഇല്ലോ സെറ്റ് ചെയ്തോ. ഡിസ്കിന്റെ ഭാഗത്ത് സെറ്റ് ചെയ്തോ. ഈ ഡിസ്കിലൊക്കെ കളർ കൊടുക്കാം. അതും തേച്ചാൽ പീസൊക്കെ സെറ്റ് ചെയ്താൽ വണ്ടിയുടെ വീലൊക്കെ കൊണ്ടി സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, അതാണ് ഇപ്പം. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഒക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതൊക്കെ നല്ല നിറമ്പേപ്പിക്കണം കേട്ടോ. ഫുള്ളി തേക്ക്, നല്ല രസം തേക്കടോ. അപ്പോൾ നമ്മൾ വണ്ടി കഴുകാണ് നമ്മൾ ഫുൾ കണ്ടീഷനാക്കി എടുക്കണം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലത്തെ കളറൊക്കെ കൊണ്ട് വരണം. അതൊക്കെ തേച്ചിട്ട് ബ്രഷ് ഇട്ട് സെറ്റ് ചെയ്യണം. ബ്രഷ് ഇട്ടൊന്ന് തേച്ച് നോക്കാം നമുക്ക്. ഇവിടെ ബ്രഷ് ഇട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്തെടുത്ത് അവിടെ കളർ വരുന്നുണ്ട്. കേക്ക് സെറ്റ് ഇതൊക്കെ ഇപ്പം മാറ്റിയാട്ടെ ഈ ക്ലച്ചൊക്കെ. ഓക്കെ, ഇത് ശരിക്കും നമുക്ക് ഒരു വെറലോണ്ട് മതി കണ്ടോ. ഇത്രയും സെറ്റാക്കി എടുത്തിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ഇനി കെഗ്ഗി എടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നട്ടും ബോൾട്ടിൻ്റെ ഒക്കെ കളറും കൊണ്ട് വരണം. കളറ് നമുക്ക് സെറ്റ് ആയിരിക്കുന്നു കേട്ടോ. ഓക്കെ, അതേമാതിരി ഇനി കണ്ണാടി സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, വേഗം ഇതാണ് നമ്മുടെ ജസ. ഓടല്ലേ, ഇങ്ങോട്ട് വാ. നമ്മളെ മുകളിലുള്ള കേട്ടോ, കാര്യം മുകളിൽ വീട്ടിലുള്ളതാണ്, അയൽവാസിയാണ് ഇല്ലേ. ഓളോട് ഹായ് കൊടുക്ക്, ഇങ്ങോട്ട് ഹായ് കൊടുക്ക് ജസ, ഹായ് കൊടുക്ക്. ഈ എന്താ ഓള് ചെറുക്കി കേട്ടോ ഉണ്ടല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിത് ഫുള്ളാക്കാം. നല്ല പണിയാട്ടോ വണ്ടി കേൾക്കാറിഞ്ഞാല്. ആണ് ക്ലിയർ ഉണ്ട്, നല്ല പണി. അതിങ്ങനെ വെറുതെ സെറ്റ് ആക്കുമ്പോൾ ടൈം കഴിഞ്ഞാണ്. ഇതൊക്കെ ഇളകുണ്ടല്ലോ. എന്തായാലും സെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, എങ്ങനെ അപ്പോൾ വെള്ളത്തിൽ കളിച്ചിട്ടല്ല
ആണ് ഇവള് ഇവിടുന്നൊക്കെ കമന്റ് പറയാട്ടോ. എന്തോ വിളിച്ചു പറയാം. ഞാൻ വെള്ളത്തിൽ കളിച്ചിട്ടാ കണ്ണ് കൂട്ടായി അല്ലേ? പിന്നെ മറ്റേ ഇവള് പരസ്യത്തിലൊക്കെ കാണുമ്പോൾ നോക്കി നല്ല റോസ് ഇതൊക്കെ ഇട്ടിട്ട് സോപ്പിന്റെ പരസ്യത്തിലൊക്കെ ഉള്ള വേണ്ടി ഡ്രസ്സ് ഇട്ടിട്ട് സെറ്റാക്കിനെ. ബാക്കോട്ട് ടയർ പൊന്തിച്ചെടുക്കട്ടോ. ആ കേക്ക് 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 ആ അത് ഞാൻ സെറ്റ് ചെയ്താ. നല്ല സുഖാട്ടോ ഇതിങ്ങനെ കേൾക്കാം. അല്ല ഇനി എത്ര പണി ഉണ്ടോ ഗൈസ്. ബാക്കൊക്കെ കേൾക്കണോ? ഓക്കെ ഓക്കെ. ഇവിടെ ചട്ടിയിൽ കളിക്കാം. ഒന്ന് തട്ടി കാണിച്ചിട്ട്. ഒന്ന് ചട്ടിയിൽ തട്ടി. 1 2 3 ആ തൊയ്യാൻ തുടങ്ങിയല്ലോ. വെള് ഇവിടെ ഒന്നിതാ ചട്ടി കളിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ഭയങ്കര പണിയിലുമാണ്. ഓക്കെ ഇനി ഇത് കുറച്ച് ഈ വണ്ടിയിലെ ഈ ചളി ഈ പച്ച അങ്ങനത്തെ കേൾക്കാൻ പോകുന്നത്. കളി കൊണ്ടാ ഷീറ്റിന്റെ നിറം കൂടി ഇവിടെ ഗ്രീസിലായിരുന്നു. അടുത്ത നമ്മൾ നമ്പർ പ്ലേറ്റ് ആണ് വെറുതെ കളിപ്പിക്കുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരും. കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. സെറ്റല്ലേ? നീ ബാക്കോടെ തന്നെ ആക്കിയാൽ ഓക്കെ. നമ്പർ പ്ലേറ്റ് നല്ല നിറം വെച്ച് കിട്ടോ. ഓക്കെ അങ്ങനെ നീ ഹെഡ്ലൈറ്റ് മെയിൻ സാധനം സൈലൻസർ ഈ ഒരു കളർ നമ്മൾ കാണും. ഒരു ദിക്കോ മോനെ യൂട്യൂബ് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ കിട്ടുമോ? ആ ഓക്കെ കിട്ടോ. ചിലവ് കിട്ടില്ല. അപ്പോൾ ഏതായാലും സെറ്റാണ്. ഓക്കെ വെള്ളത്തിൽ കളിച്ച് ഓക്കെ അവിടെ നാം കണ്ടില്ലേ ഏകദേശം ഒക്കെ കഴിയാൻ അയക്കുന്നു. ഏതായാലും പവറാണ്. സെറ്റാണ്. എൻ്റെ തലൊക്കെ ചൊറിയുന്നു. സോപ്പ് മുകളിലായിട്ട് അയക്കും. ഓക്കെ എന്തായാലും അടിപൊളിയാണ്. ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ പരമാവധി എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കണം കേട്ടോ. കാണുമ്പോൾ ഐറ്റമാണ്. അതല്ലേ ഓക്കെ ഫുള്ള് സെറ്റ് ആയിട്ട് ഒന്നും ഒരു കണ്ടും കൂടി എറി രസമല്ലേ? ഓ മേലാക്കല്ലേ മറ്റേ പരസ്യത്തിൽ അപ്പം ഇനി നമുക്ക് നമ്മളെ വണ്ടി കുറേ നനച്ചാൽ ഇനിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കിയിടാം. നമുക്ക് ജസ്റ്റ് ഒക്കെ ഓണായിട്ടോ. അതൊക്കെ ഇപ്പോൾ വർക്കിംഗ് ഉണ്ട്. ഇതൊന്ന് വർക്ക് ചെയ്യാം. ഓണാക്കി ഒറ്റ ചവിട്ട് തിരിച്ചടിച്ചാൽ കാല് മുട്ട് പോവേ മാറി. അപ്പം നമുക്ക് ഞാൻ ചവിട്ടാം. ഓക്കെ ഓക്കെ ആ ഓളം നോക്കാം. അത് ജസ്റ്റ് റേസ് ആക്കിയിട്ട് ഓക്കെ ഇപ്പോൾ സെറ്റായി. മതി ആടുന്നോട്ടെ. ഓക്കെ അപ്പം എന്തായാലും വണ്ടിപ്പണി കഴിഞ്ഞു. നോക്കൂ ഗൈസ് സെറ്റായി. അപ്പം നല്ല റേസ്. അപ്പം നമ്മളെ വീഡിയോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ അറിയിച്ചോ? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാച്ചി വീഡിയോയിൽ കാണാം. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ജസ ഉണ്ടാവും കേട്ടോ. ജസ ഉണ്ടാവില്ല. ആ ഓള് ചിലപ്പോൾ ഇടക്കെങ്കിലും പോകും. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ കുന്നാലത്തെ ബസാറിലാട്ടോ. എന്ന് വെച്ചാൽ നമ്മളിന്ന് വണ്ടിയൊക്കെ കഴിക്കില്ല. അപ്പോൾ നമ്മളിന്ന് ചോറൊക്കെ പാർസലാണ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ പീടികയിലേക്കാണ് പോകുന്നത്. ഓക്കെ ഇന്ന് നമുക്ക് ഹോട്ടലിൽ പോയി പാർസൽ വാങ്ങാം. ഇന്ന് ഏതായാലും അടിപൊളിയായിരിക്കും. അനിയനുണ്ട്. സെറ്റാക്കാം. എല്ലാവരും ലൈക്ക് അടിച്ചാൽ ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മൾ കുന്നാല പാലക്കൽ മാളിൻ്റെ മുന്നിലെത്തിയാണ്. പാലക്കൽ മാൾ. ഓക്കെ ടൈമാണ് നല്ല വെയില. 1 മണി ടൈമിലാട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഹോട്ടലിൻ്റെ എത്തി. അപ്പോൾ നമ്മൾ സംഗമം ഹോട്ടലിൽ എത്തിയിട്ടോ. സംഗമം നമ്മൾ അറിയുന്ന ഹോട്ടലാണ്. അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി നമുക്ക് ഫുഡ് വാങ്ങാം. 3 പൊരിച്ചൊന്നും വേണ്ട, ചോറും മാത്രം. അപ്പോൾ ഏതായാലും നമ്മളിനി ചോറ് വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് പാർസൽ പറഞ്ഞിട്ട് ഹോട്ടലിലാണ്.
ചോറ് കിട്ടട്ടെ. എവിടെ പോയാലും മിഠായി. അടുത്തിങ്ങോട്ട് വെച്ചേക്ക്. ഇവിടെ കുറേ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി കുറച്ച് കഴിയും ചോറ് കിട്ടാൻ. അപ്പോൾ എന്തായാലും നമ്മൾ ചോറ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കുന്നമംഗൽ തന്നെ ഉണ്ട്. സംഗമത്തിൽ നിന്നാണ് ചോറ് ബുക്ക് ചെയ്തത്. 3 എണ്ണം പറഞ്ഞ് എനിക്ക് ഒരു 10 മിനിറ്റ് കയ്യും കിട്ടാൻ. അപ്പോഴേക്ക് ഞാൻ മിഠായി വാങ്ങി, കണ്ടില്ലേ? ഇനി ഒരു 10-15 മിനിറ്റ് കഴിയും. മീൻ പീടിയൊക്കെ ഇവിടെ കേട്ടോ, വലിയ ദിലിനെ കുറേ മീൻ പീടിയൊക്കെ ഉണ്ട്. അപ്പോൾ സംഘം ഹോട്ടൽ ഏടാ എല്ലാവർക്കും അറിയില്ലേ? കുന്നാലത്ത് വരുന്നതാണ്, മുക്ക റോഡിൻ്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ സൈഡിൽ തന്നെയാണ് സംഗമം. നല്ല ഫുഡാട്ടോ ഇവിടുത്തെ. ആ 3 ചോറ്. നമ്മൾ 3 ചോറ് കിട്ടിയിട്ടോ. ഇനി നമ്മൾ പോവാം.